മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അതോടൊപ്പം അവരുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് അവരുടെ പേര് മനസ്സിൽ പറയാം. പോസിറ്റീവായിട്ടിരിക്കും. എൻ്റെ വ്യക്തിയുടെ ഓവറോൾ എനർജി നോക്കാം. ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഫൈവ് ഓഫ് കപ്സ് ആണ്. ഡെത്ത്. ടു പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറയുന്ന അവരുടെ ഓവറോൾ എനർജിയിൽ, അതായത് ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ നല്ല രീതിയിൽ ആൾ മിസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ ഈ ഒരു സമയം തൊട്ട് അവരുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് ഫിനാൻഷ്യലി ഒരുപാട് തകർച്ചയിലാണ് ആ വ്യക്തി ഉള്ളത്. കാരണം ആ ഒരു കടബാധ്യത ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം. അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ, ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ ആൾ ഡൗൺ ആണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊരു ബ്രേക്കപ്പ് ആയതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ എന്തോ ബ്രേക്കപ്പ് നടന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് കാണാൻ ഡെത്താണ് വന്നിരിക്കുന്നത്. വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. അതിപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം, പക്ഷെ അവരും അങ്ങനെയാണ്. അവർക്ക് നിങ്ങളില്ലാത്തത് ആദ്യം തന്നെ കിട്ടിയത് ആ ഒരു കാർഡാണ്. മിസ് ചെയ്യുകയാണ് നിങ്ങൾ ഭയങ്കരമായിട്ട്. എന്ത് സിറ്റുവേഷനിലാണെങ്കിൽ ശരി, അവർ ഈ ഒരു സമയത്ത് ആൾ നിങ്ങളടുത്ത് വേണമെന്ന് ആൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. പക്ഷെ മൊത്തത്തിൽ ആൾ തകർന്നൊരവസ്ഥയാണ്. ശാരീരികമായും മാനസികമായും വളരെയേറെ ബുദ്ധിമുട്ട് സഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സമയം തൊട്ട് ആൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസാണ് ആൾ ആഗ്രഹിക്കുന്നതെന്നാണ് കാർഡ്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരാതെ ടു പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ആൾക്കൊരു മനസ്സമാധാനമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇത് കാര്യങ്ങൾ ഇനി ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് നിങ്ങളുടെ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്, ഇതിനു മുമ്പ് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഇടയ്ക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് ആയതുപോലെ തന്നെ കാണുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കും, വീണ്ടും ആൾ നിങ്ങളെ മെരുക്കിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതുപോലെ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളായിരിക്കാം അങ്ങോട്ട് ചെന്ന് ആളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവാം. ഇതിൽ അങ്ങനെ കാണുന്നുണ്ട് ഇതിനു മുമ്പുള്ള സ്വഭാവ രീതികൾ. അപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ടും പെട്ടെന്ന് അത് എത്രയൊക്കെ പിണങ്ങിയാലും നിങ്ങൾ പെട്ടെന്ന് ശരിയാകുന്ന ഒരു ബന്ധമായിരുന്നു. കുറച്ച് നാൾ അകന്നിരുന്നാലും അത് പിന്നീട് അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് സോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു നിങ്ങളുടേത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുന്ന സമയത്ത്, ഇപ്പോഴത്തെ കറണ്ട് എനർജിയിലാണ് നീണ്ടുപോയ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ ബന്ധം പോകുന്നത് കേട്ടോ. അതായത് ഫുൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ട്. ചിലവർക്ക് എൻഡായ ഒരു കണക്ഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു 2-3 മാസമായിട്ട് ഒരു അനക്കവും ഇല്ലാത്ത ബന്ധമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് അപ്പം തന്നെ ഓക്കെ ആയിട്ട് വന്നിട്ടുമുണ്ട്. സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ അത് ആളെങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞ് ശരിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തെയൊക്കെ. പക്ഷേ ഇതിൽ കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു ആളുടെ ഒരു സ്വഭാവ രീതികളെന്ന് പറയുമ്പോൾ ആൾ നിങ്ങൾ അത്രയും കെയർ ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു അച്ഛനെ പോലെ അല്ലെങ്കിൽ ഒരു ഫാദറിനെ പോലെ അല്ലെങ്കിൽ മദറിനെ പോലെ എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് എല്ലാം കൊണ്ട് ആളെ
ഒരു സോൾ കണക്ഷൻ തോന്നിയ ഒരു കണക്ഷനാണ്. ആൾക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല കെയറിങ് ആയിരുന്നു. അതുപോലെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാ കാര്യത്തിലും നിങ്ങളെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് കാണുന്നത്. നല്ലൊരു പവർഫുള്ളായ വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിലാണ് ഇവിടെ കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നാണ്, അതായത് ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സംസാരത്തിൽ എന്തൊക്കെയോ ക്ലാരിറ്റി വരുത്താനുണ്ട്. അത് വരുത്താത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുകയാണ്, ശരിക്കും സ്നേഹിക്കുന്നു. പക്ഷെ ഒരു പരസ്പരം ഇതിനു മുമ്പ് നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ള സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണക്ഷൻ ഉള്ളപ്പോൾ തന്നെ പരസ്പരം കണ്ടുമുട്ടും, ഫോൺ വിളിക്കും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും, ഒരുമിച്ച് നല്ല രീതിയിൽ പോവുകയാണെങ്കിലും, പക്ഷേ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങളത് സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ടാവില്ല കാര്യങ്ങൾ. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സപ്രഷന് കാരണമായത്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ സംസാരത്തിൽ പോലും അതൊരു ക്ലാരിറ്റി വരുത്തണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് വരുത്താത്തതിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല എന്നും കാണിക്കുന്നുണ്ട് ഇതിൽ. ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കാം നിങ്ങളടുത്ത് ക്ലാരിറ്റി തരുന്നുണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ട്, പരസ്പരം കാണുന്ന സമയത്ത് നല്ല സ്നേഹവും നല്ല കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ട സമയത്ത് ആ ഒരു നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അങ്ങോട്ട് മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടോ ഇതെങ്ങോട്ടാണ്, ഇതിനൊരു അവസാനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ചിലപ്പോൾ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എന്തായി തീരും എന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കണം ഈ കണക്ഷൻ ഇങ്ങനെ പോകുന്നത്. നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാവില്ല, ഒരു കാര്യത്തിന് ഉറപ്പ് വേണം, പക്ഷെ അത് ആ ഉറപ്പ് ഈ വ്യക്തിയിൽ നിന്നും കിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സപ്രഷന് കാരണമായി തീരും. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റിസാണ്, 8 ഓഫ് ഷോർട്സിൻ്റെ എനർജി, ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. ആദ്യം നിങ്ങൾക്കൊരു ആൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് നീതി തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരണം, ഈ ഒരു ബന്ധത്തിന് നീതി തരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നതാണ്. ആ ഒരു ഫീലിങ്സ് ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾക്ക് നീതി തരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ എന്നും ഇതൊരു സ്റ്റേബിളായിട്ട് പോകണം, ബാലൻസിലേക്ക് പോകണം എന്നൊക്കെ അതാണ് ആ വ്യക്തിയുടെ ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സാണ് അതൊക്കെയാണ് കാണുന്നത്. പിന്നെ അതേപോലെ 8 ഓഫ് ഷോർട്സിൻ്റെ എനർജി, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിടാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ. ലവേഴ്സ് എനർജിയാണ്. അത്രത്തോളം സോൾ കണക്ഷൻ നിങ്ങളോട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വിടാൻ പറ്റുന്നില്ല, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് തന്നെ തോന്നുന്നുണ്ട് ഡിവൈൻ ബന്ധമാണ്, അല്ലെങ്കിൽ ഡിവൈനായിട്ട് ആ വ്യക്തിക്ക് ലഭിച്ചൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പരസ്പരം എന്ന് വെച്ചാൽ നിങ്ങൾ കൂടെയുള്ള സമയത്ത് തന്നെ ആ വ്യക്തിയുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ആ വ്യക്തി എല്ലാം മറന്ന് ആ വ്യക്തിയുടെ അത്രയും നിങ്ങൾ കൂടെയുള്ള ഒരു സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് അനുഭവപ്പെടുന്നത്. എല്ലാം ചുറ്റുമുള്ളതിനൊക്കെ മറന്നു പോകുന്നൊരു അവസ്ഥയിൽ കൂടിയാണ് ആൾ പോകുന്നത്. നിങ്ങൾ കൂടെയുള്ള സമയത്ത് അത്രയും ആനന്ദം, അത്രയും സന്തോഷം ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഈ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളടുത്ത് സ്വഭാവം മാറ്റി പറയുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും ഈ വ്യക്തിയുടെ സ്വഭാവ രീതികളിൽ. പല പറയുന്ന സ്വഭാവങ്ങളെ ഒരു മാജിക്ക് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പലപ്പോഴും ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ ചേഞ്ച് വരുന്നുണ്ടാവാം. അങ്ങനെയുള്ള ഒരു സ്വഭാവം ഇടയ്ക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് മാറ്റം ഈ വ്യക്തിക്ക് വരുന്നു എന്നാണ്. ആ വ്യക്തി നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കില്ല, ഉള്ളിൽ പല ചേഞ്ചും ആ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ത്രീ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി, 5 ഓഫ് വാൺസ് ഷോർട്സിൻ്റെ എനർജി,
6 ഓഫ് വാൺസ്, 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ 2 ഓഫ് സോർട്സിൻ്റെ എനർജി കേട്ടോ. ഇവിടെ തന്നെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു പിണക്കം, വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പിടിച്ചിരിക്കുക, ബലം പിടിച്ച് മിണ്ടാതിരിക്കുക പരസ്പരം, ഇതൊക്കെയാണ് നിങ്ങളുടെ കണക്ഷനിൽ കാണാൻ സാധിക്കുന്നത്. ഈ അവരുടെ കോളോ മെസ്സേജോ വരാത്തതിൻ്റെ മെയിൻ കാരണം ഈഗോയാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അവർ കൂടുതലും അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട്. കടുംപിടുത്തം പിടിച്ചതാണ് അവർക്ക്. ഇങ്ങനെ ഭയങ്കര ഈഗോയുടെ പേരിലാണ് ഇപ്പോൾ വരാത്തത്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ആൾ ചിന്തിക്കുന്നതും 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ നിങ്ങളുടെ ഫാമിലി സംബന്ധമായ എന്തോ ഒരു കാര്യം ഈ വ്യക്തിക്ക് എന്തോ നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫാമിലി ആയിരിക്കാം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം. അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് ചിന്തിക്കുന്നുണ്ട് ആൾ. നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചാണ് ആൾ കൂടുതൽ ചിന്തിക്കുന്നത്. അതിനെ ചൊല്ലി ആ 5 ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ വഴക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഫാമിലി സംബന്ധമായ എന്തോ ഒരു കാര്യം ഈ വിഷയത്തിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതലും വഴക്കിട്ടതായിട്ടും കാണുന്നുണ്ട്. ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്, ഒഴിഞ്ഞു മാറിയതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മനസ്സിൽ വിശ്വാസം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ബന്ധം സക്സസ്സിലേക്ക് വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. ആൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടേതാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും എല്ലാം ശരിയായി വരും, ഈ ഒരു ബന്ധം സക്സസ്സിലേക്ക് വരും എന്ന് ആൾ വിശ്വസിക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്നാലും 2 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തതുപോലെ. എന്താണ് തീരുമാനം എടുക്കേണ്ടത്? കാരണം ഒരു വശത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ തടസ്സം കാണിക്കുന്നുണ്ട്, അതുപോലെ ഫാമിലി തടസ്സം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതുകൊണ്ടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ഈഗോ ഉള്ളതുകൊണ്ട്, കാരണം നിങ്ങളായിട്ട് അങ്ങോട്ട് ചില സാഹചര്യത്തിൽ എന്തോ ഒരു, ഞാൻ പറഞ്ഞില്ലേ 5 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയ പേരിൽ ആൾ ബലം പിടിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു മാസ്റ്റർ ഡെക്കിൽ കാണുന്നത്. അതായത് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റില്ല, ആക്ഷൻ എടുക്കണ്ടേ 2 മനസ്സുണ്ട് ആൾക്ക്. ഇപ്പോൾ വിളിക്കണ്ടേ, ഇപ്പോൾ ശരിയാവോ, ചെന്നാൽ ശരിയാവോ, ആ ഒരു തരത്തിലാണുള്ളത്. നിങ്ങളായിട്ട് അങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈഗോ കാരണം ആൾ മാറി നിൽക്കുന്നതും ആവാം കേട്ടോ. എങ്ങനെ ആയാലും ആൾ തൽക്കാലത്തേക്കുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ആൾക്കൊരു വരണം, വിളിക്കണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം, ഒക്കെ ഉണ്ട്, ക്ലിയർ ചെയ്യണം, നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലാണ് ഇനി ശരിയാവുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആളിപ്പോഴും. എങ്ങനെയാണ് നിങ്ങളെ മനസ്സിലാക്കുക എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ ആൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. 2 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആളെ സംബന്ധിച്ച് പറയുന്നത് നല്ല ഈഗോ ഉള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ ആളിപ്പോൾ നിങ്ങൾ വരും എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുക. നിങ്ങളായിട്ട് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലും, പക്ഷേ നിങ്ങളൊരിക്കലും ചെല്ലാൻ പാടില്ല, ആളായിട്ട് തന്നെ ഇങ്ങോട്ട് വരും കേട്ടോ. കാരണം ആൾക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആ ഒരു മൈൻഡിൽ തന്നെയാണ് ആളുള്ളത്. പക്ഷെ ആദ്യം കിട്ടിയ ഓവറോൾ എനർജിയിലും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ്. ഒരു വശത്ത് ഫാമിലി, ഒരു വശത്ത് നിങ്ങൾ എന്ത് തീരുമാനം ഇപ്പം എടുക്കണം ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. നിങ്ങളിലേക്ക് വരണം, നിങ്ങൾ വേണം ആ വ്യക്തിയുടെ, നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിന് സന്തോഷവും സമാധാനം ഒക്കെ തിരിച്ചു കിട്ടും. നിങ്ങളാണ് ആളുടെ എല്ലാം എന്ന് ആൾ ചിന്തിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആൾക്കൊരു സപ്പോർട്ടാണ് ശരിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സപ്പോർട്ടാണ് എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. പത്തനംതിട്ട ചോതി നക്ഷത്രം, ഡിസംബർ, രോഹിണി, ഉത്രട്ടാതി, ബ്ലൂ കളർ, മെയ് മാസം, ലെറ്റർ എൽ ആണ്, ലെറ്റർ ഡബ്ല്യു ആണ്, ലെറ്റർ ബി ആണ് വന്നിരിക്കുന്നത്, വൈറ്റ് കളർ. ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്